ഇംഗ്ലീഷ് ടുഡേയുടെ 25ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇറ്റ്സ് മീ മുഹമ്മദ് സഫ്വാൻ. വെൽക്കം ടു ദ ഇംഗ്ലീഷ് ടുഡേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ പൊതുവെ പറയും എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് പാസ്സാവാൻ കഴിഞ്ഞു, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു, അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ഒരു കാര്യത്തിൽ നമുക്ക് സാധിച്ചു, അതുപോലെ തന്നെ പറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ എന്ന് പറയുന്നത് ക്യാനിന്റെ ഉപയോഗം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാൻ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വശമാണ് വരുന്നത്. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ക്യാനിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ കുഡാമോ എന്ന് പറയുന്നത് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള രൂപമാണ്. കൃത്യമായിട്ട് അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുഡിന്റെ അർത്ഥം വരുന്നത് ഇത് മാത്രമല്ല, പല രീതികളിലായിട്ട് എന്ന് പറയുന്നത് നമുക്ക് പല സാഹചര്യത്തിലും എന്ന് പറയുന്നത് കുഡ് ഉപയോഗിക്കാൻ പറ്റും. സംസാര ഭാഷയിൽ നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കുഡ് എന്ന് പറയുന്നത്. കുഡിന്റെ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരുപാട് രീതിയിലുള്ള അർത്ഥങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ മാത്രം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കൂടാതെ കുഡ് എന്നുള്ളത് ക്യാനിന്റെ ഓപ്പോസിറ്റ് വശമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ക്യാനി എന്നുള്ളത് എനിക്കിപ്പോൾ ചെയ്യാൻ എൻ്റെ ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നതാണ്. കുഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നിങ്ങനെയുള്ള പല അർത്ഥങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതുണ്ട്. അത് നടന്ന സാഹചര്യത്തിനനുസരിച്ചാണ് മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ക്ലാസ്സുകൾ കാണുക. നമുക്കതിന്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമാണ് അത് എന്ന് പറയുന്നത് നല്ലതുപോലെ നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും പറ്റുകയുള്ളൂ. ആദ്യം എന്ന് പറയുന്നത് ആരാണോ ഒരു കാര്യം ചെയ്യുന്നത് അവരെയാണ് ചേർക്കുക. ഇപ്പോൾ എന്ന് പറയുന്നത് ഐ കുഡ് സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ആദ്യം എന്ന് പറയുന്നത് ഐ ആണ് ചേർക്കേണ്ടത്. രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് കുഡ് ചേർക്കണം. മൂന്നാമതായിട്ട് എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് അതാണ് ചേർക്കേണ്ടത്. അപ്പൊ പ്രവൃത്തി എന്ന് പറയുന്നത് എപ്പോഴും എന്ന് പറയുന്നത് V1 ആയിരിക്കണം. V2 V3 ഒന്നും വരൂല, V1 മാത്രമാണ് വരും. പിന്നെ എന്ന് പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നത് ആരമാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് എന്ന് പറയുന്നത് സിംഗുലർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വരും, രണ്ടാൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ വരും. എങ്ങനെയൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ന് പറയുന്നത് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഈ കുഡിൽ എന്ന് പറയുന്നത് അതൊന്നും ബാധകമല്ല. കുഡ് എന്ന് പറയുന്നത് ഏത് വ്യക്തികളെ ചേർത്താലും എന്ന് പറയുന്നത് അതിൽ എന്ന് പറയുന്നത് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ന് പറയുന്നത് കുഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് കളിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയും. ഐ കുഡ് പ്ലേ, എനിക്ക് കളിക്കാൻ കഴിഞ്ഞു. അവന് സഹായിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയും. ഹി കുഡ് ഹെൽപ്പ്, അവന് സഹായിക്കാൻ കഴിഞ്ഞു. അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം. ഷീ കുഡ് സ്പീക്ക്, അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അവന് എന്ന് പറയുന്നത് പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം. ഹി കുഡ് അറ്റൻഡ്, അറ്റൻഡ് എന്നുള്ളതാണ് പങ്കെടുക്കുക. ഹി കുഡ് അറ്റൻഡ്, അവന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അവൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാം. വിശ്വസിപ്പിക്കുക എന്ന് പറയുന്നത് കൺവിൻസ് എന്നാണ്. ഹി കുഡ് കൺവിൻസ്, അവന് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാം. ഷീ കുഡ് ബിലീവ്, അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു. നമുക്കിതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ പറഞ്ഞു ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ പറയുന്നത് ഈ ഒരു അർത്ഥങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, കുഡിന്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം പല രീതികളിലായിട്ട് നമുക്ക് പറയുന്നത് സംസാരത്തിൽ പറയുന്നത് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുഡ്. ആ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ കുഡ് ഹെൽപ്പ് ഹർ, എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു. അവൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാം. അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞാൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ കുഡ് അറ്റൻഡ് ആൻ ഇന്റർവ്യൂ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ആന് വന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വവൽസിൻ്റെ ഐ വന്നത് കൊണ്ടാണ് ആന് വന്നത്. വവൽസിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നതാണ്. അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റും. ദേ കുഡ് സ്റ്റഡി ഇംഗ്ലീഷ്, അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാം. വി കുഡ് ഹെൽപ്പ് പുവർ പീപ്പിൾ, പുവർ എന്നുള്ളത് പാവപ്പെട്ട എന്നുള്ള, പുവർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങൾ. വി കുഡ് ഹെൽപ്പ് പുവർ പീപ്പിൾ, ഞങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു എന്നങ്ങനെ പറയും. ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. വി കുഡ് റീച്ച് ദെയർ, ദെയർ എന്നുള്ളതാണ് അവിടെ എന്ന് പറയുക. വി കുഡ് റീച്ച്, റീച്ച് എന്ന് പറഞ്ഞാൽ എത്തുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. വി കുഡ് റീച്ച് ദെയർ, ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞു.
എനിക്ക് അവളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയും? വിശ്വസിപ്പിക്കുക എന്നുള്ളത് കൺവിൻസ് എന്നാണ്. വിശ്വസിക്കുക എന്ന് പറയുന്നത് ബിലീവ് എന്നാണ്. എനിക്ക് അവളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഐ കുഡ് കൺവിൻസ് ഹർ. എനിക്ക് അവളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. അടുത്ത ഉദാഹരണം നോക്കാം. നിനക്ക് എൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയും? യു കുഡ് ചേഞ്ച് മൈ മൂഡ്. മൂഡ് എന്നുള്ളത് അവസ്ഥ എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു. പരസ്പരം എന്ന് പറയുന്നത് ഈച്ച് അതർ എന്നാണ് പറയുക. ഈച്ച് അതർ, പരസ്പരം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. വി കുഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞു. എനിക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയും? രക്ഷിക്കുക എന്ന് പറയുന്നത് സേവ് എന്ന് പറയാൻ, രക്ഷിക്കുക എന്നൊക്കെ പറയാൻ പറ്റും. ഐ കുഡ് സേവ് ഹർ ലൈഫ്. എനിക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അവൾക്ക് ഇവിടെ കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റും? കൃത്യസമയം എന്ന് പറയുന്നത് ഓൺ ടൈം എന്ന് പറയാം. ഷീ കുഡ് റീച്ച് ഹിയർ ഓൺ ടൈം. ഷീ കുഡ് റീച്ച് ഹിയർ, ഇവിടെ എത്താൻ കഴിഞ്ഞു. ഹിയർ എന്നുള്ളത് ഇവിടെ ഓൺ ടൈം, കൃത്യസമയത്ത് ഇവിടെ അവൾക്ക് എത്താൻ കഴിഞ്ഞു. അടുത്ത ഉദാഹരണം നോക്കാം. കുറച്ച് സമയങ്ങളൊക്കെ ഈ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നുള്ള രീതിയിലായിട്ടുള്ള അർത്ഥം നോക്കാം. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നന്നായി പാട്ട് പാടാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റും? ഐ കുഡ് സിങ് വെരി വെൽ ഇൻ മൈ ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന കുട്ടിക്കാലം എന്നാണ് പറയുന്നത്. ഇതിന് പറഞ്ഞതുപോലെ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥങ്ങൾ മാറി വരും. ഇപ്പോൾ എന്ന് പറയുന്നത് പറയാം, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നന്നായി പാട്ട് പാടാൻ കഴിയുമായിരുന്നു എന്ന് പറയാം. എന്നുവെച്ചാൽ ഇപ്പം പാടാൻ കഴിഞ്ഞില്ല. എല്ലാത്ത രീതിയിലും പറയാം എനിക്ക് പാട്ട് പാടാൻ കഴിഞ്ഞു, എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നന്നായി പാട്ട് പാടാൻ കഴിഞ്ഞു. രണ്ട് രീതിയിലും സാഹചര്യത്തിനനുസരിച്ച് ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നന്നായി കളിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ അറിയും? ഐ കുഡ് പ്ലേ വെൽ ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ കുട്ടിക്കാലത്ത് നന്നായി കളിക്കാൻ, വെൽ എന്ന് പറയുന്നത് നന്നായി. ഐ കുഡ് പ്ലേ വെൽ ഇൻ മൈ ചൈൽഡ്ഹുഡ്. എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് നന്നായി കളിക്കാൻ കഴിഞ്ഞു. 2 വർഷം മുമ്പ് അവനിക്ക് നന്നായി നടക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റും? 2 വർഷം മുമ്പ് എന്ന് പറയുന്നത് എനിക്ക് നടക്കാൻ കഴിഞ്ഞു, പക്ഷേ ഇപ്പോൾ അത്ര നടക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. നന്നായി അല്ലെങ്കിൽ കൃത്യമായിട്ട് നടക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാം. ഹി കുഡ് വാക്ക് പ്രോപ്പർലി 2 years ബിഫോർ. 2 വർഷം, 2 years ബിഫോർ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നുള്ളതാണ് പറയുന്നത്. 2 years, 2 വർഷം മുമ്പ്. പ്രോപ്പർലി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൃത്യമായി എന്നുള്ളതാണ്. കൃത്യമായി നല്ല രീതിയിൽ തന്നെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർലി എന്ന്. ഹി കുഡ് വാക്ക്, നടക്കാൻ കഴിഞ്ഞു. പ്രോപ്പർലി, കൃത്യമായി നടക്കാൻ കഴിഞ്ഞു. 2 years ബിഫോർ, 2 വർഷം മുമ്പ് കൃത്യമായി നടക്കാൻ കഴിഞ്ഞു എന്ന് പറയാം. പറഞ്ഞതുപോലെ രണ്ടാമത്തെ അർത്ഥം കഴിയുമായിരുന്നു, പറ്റി, സാധിച്ചു എന്നൊക്കെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു അർത്ഥങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇതിനുള്ളതാണ്. യുവത്വത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ കഴിഞ്ഞു, പറ്റി അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും? ഐ കുഡ് ഡു മെനി തിങ്സ്. മെനി തിങ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ഐ കുഡ് ഡു, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അറ്റ് മൈ യങ്ങർ ഏജ്, എൻ്റെ കുട്ടിക്കാലത്തല്ല എൻ്റെ ഒരു യുവാവായിരിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് കുറേ പ്രായമായി, അപ്പോൾ എന്ന് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പറയുന്നതാണ്. എനിക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നറായിട്ടുള്ള ഒരു മീനിങ് വരുന്നത്, അർത്ഥം വരുന്നത് എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ എന്ന് പറയുന്നത് കുഡിന്റെ ഉപയോഗം കൃത്യമായിട്ട് നോക്കി. കുഡ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചു. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് അടുത്ത നോക്കാൻ പോകുന്നത്. അതിനൊന്നുമില്ല, കുഡിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഐ കുഡിന്റ് സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ കുഡിനാന്ന് പറയുന്നത് നമുക്ക് ഷോർട്ടായിട്ടും പറയാൻ പറ്റുന്നതാണ്. ഐ കുഡിന്റ് സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഏതൊരു രീതിയിലെന്ന് പറയുന്നത് നമുക്ക് ഷോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഷോർട്ടായിട്ട് ഉപയോഗിക്കും. കുറച്ചും കൂടി നല്ലതെന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ എന്ന് പറയുന്നത് ഷോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എഴുതുമ്പോൾ നിങ്ങൾ ഷോർട്ടായിട്ട് ഉപയോഗിക്കാതെ അല്ലാതെ ഇപ്പോൾ എന്ന് പറയുന്നത് കുഡിന്റ് എന്ന് പറയാതെ കുഡ് നോട്ട് എന്ന് തന്നെ കൃത്യമായിട്ട് അത് ലോങ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്കതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് എന്ന് പറയുന്നത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയും? ഐ കുഡിന്റ് ടേക്ക്, എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാം? ഐ കുഡിന്റ് പ്ലേ, എനിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് വരാൻ കഴിഞ്ഞില്ല, ഷീ കുഡിന്റ് കം, അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല,
ദേ കുഡിന്റ് സ്പീക്ക്, അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോ നോക്കിയ ചെറിയ ഉദാഹരണമാണ്, ഒരു 3 വാക്കുകൾ മാത്രം വരുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങളാണ് നോക്കിയത്. ഇനി അടുത്തെന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള വലിയ ഉദാഹരണങ്ങൾ, അതെന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനും പറ്റുന്ന, എപ്പോഴും നടന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത നോക്കാം. എനിക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാൻ പറ്റും. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. പറഞ്ഞതുപോലെ തന്നെ എനിക്ക് സാധിച്ചില്ല, പറ്റിയില്ല. പിന്നെയുള്ള അർത്ഥം വരുന്നതാണ് എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള രീതിയും നമുക്ക് ഇതിൽ പറയാവുന്ന, എനിക്ക് അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഇതിൻ്റെ അർത്ഥം വരുമോ എന്ന് പറയുമ്പോൾ എനിക്ക് പണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ഇപ്പോൾ അത് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയാണ് വരുന്നത്. ഇത് സാഹചര്യത്തിനനുസരിച്ചാണ്, പറഞ്ഞതുപോലെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുക. നമുക്ക് അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് എന്ന് പറയുന്നത് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഷീ കുഡിൻറ്റ് സർവൈവ്. ഈ സർവൈവ് എന്നുള്ളതാണ് അതിജീവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അതിൽ നിന്ന് അതിജീവിക്കാൻ, അതിൽ നിന്ന് നടന്നത് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. ഷീ കുഡിൻറ്റ് സർവൈവ്, അവൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. അവർക്ക് അവനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാം. ദേ കുഡിൻറ്റ് മീറ്റ് ഹിം. മീറ്റ് എന്നുള്ളതാണ് കണ്ടുമുട്ടുക. ദേ കുഡിൻറ്റ് മീറ്റ് ഹിം, അവർക്ക് അവനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് അവനോട് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാം. വി കുഡിൻറ്റ് ആസ്ക് ഹിം എനിത്തിങ്. എനിത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും എന്നുള്ളതാണ് പറയുന്നത്. വി കുഡിൻറ്റ് ആസ്ക്, ചോദിക്കുക, ഹിം, അവനോട് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. എനിത്തിങ്, ഞങ്ങൾക്കൊന്നും അവനോട് ചോദിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ക്ലാസ്സിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാൻ പറ്റും. ഐ കുഡിൻറ്റ് കം ടു ദ ക്ലാസ്. ക്ലാസ്സിലേക്ക് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സാധിച്ചില്ല, പറ്റിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും രോഗമായിരിക്കാം, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് പറയുന്നത്. എനിക്ക് ക്ലാസ്സിലേക്ക് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ സാധിച്ചില്ല, കഴിയുമായിരുന്നില്ല എന്നൊക്കെ അർത്ഥം മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ഉദാഹരണം നോക്കാം. അവർക്ക് എന്ന് പറയുന്നത് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാൻ പറ്റും. അവർക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ദേ കുഡിൻറ്റ് സ്ലീപ്പ്. അവർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. യെസ്റ്റർഡേ, ഇന്നലെ. അവർക്ക് ഇന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ഉദാഹരണം നോക്കാം. ഞങ്ങൾക്ക് അവളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം. വി കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഹർ ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറയുന്നതാണ് സ്വഭാവം എന്ന് പറയുന്നത്. ഒരാളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ഉദാഹരണം നോക്കാം. അവൾക്ക് അവിടെ കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാം. ഷീ കുഡിൻറ്റ് റീച്ച് ദെയർ ഓൺ ടൈം. ഓൺ ടൈം എന്നുള്ളതാണ് കൃത്യസമയം. ഷീ കുഡിൻറ്റ് റീച്ച് ദെയർ എന്ന് പറഞ്ഞാൽ അവിടെ എത്താൻ കഴിഞ്ഞില്ല. ഓൺ ടൈം, കൃത്യസമയത്ത് അവൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. എനിക്ക് ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാം. ഐ കുഡിൻറ്റ് സ്റ്റഡി ഇംഗ്ലീഷ് വെൽ. എനിക്ക് ഇംഗ്ലീഷ് നന്നായി പഠിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അർത്ഥം കൂടി മനസ്സിലാക്കാം. ഐ കുഡിൻറ്റ് സ്റ്റഡി ഇംഗ്ലീഷ് വെൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അർത്ഥവും ഒരു സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കുക. ഈ ഒരു രീതിയിൽ പറയുമ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇന്നർ മീനിങ് ആയിട്ട് വരുന്നത്. എനിക്ക് പണ്ട് അങ്ങനെ പഠിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു അർത്ഥം വരിക എന്ന് പറയുന്നത് എനിക്കിപ്പോൾ പഠിക്കാൻ കഴിയും എന്നുള്ള രീതിയാണ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. ഇന്ന് രാവിലെ എൻ്റെ ചാവി എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാൻ പറ്റും. കണ്ടെത്തുക എന്നുള്ളത് ഫൈൻഡ് എന്നുള്ളതാണ്. ഐ കുഡിൻറ്റ് ഫൈൻഡ് മൈ കീ. മൈ കീ എന്നുള്ളത് ചാവി, കീ എന്നുള്ളതാണ് ചാവി എന്ന് വരുന്നത്. ഐ കുഡിൻറ്റ് ഫൈൻഡ് മൈ കീ ടുഡേ മോർണിംഗ്. ഇന്ന് രാവിലെ എനിക്ക് ചാവി കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് 2 കാര്യമാണ്. കുഡിൻ്റെ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, സാധിച്ചു, അല്ലെങ്കിൽ കഴിയുമായിരുന്നു എന്നുള്ള അർത്ഥം വരുന്നത്. രണ്ടാമത്തത് നമ്മൾ നോക്കിയതെന്ന് പറയുന്നത് നോട്ട് ചേർത്തിട്ടുള്ളതാണ്. കുഡിൻ്റെ നെഗറ്റീവായിട്ടുള്ള രീതി കുഡ് നോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ കുഡിൻറ്റ്, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, സാധിച്ചില്ല, അല്ലെങ്കിൽ കഴിയുമായിരുന്നില്ല എന്നുള്ള അർത്ഥം വരുന്നത്. ഇത് രണ്ടും ചേർത്തിട്ട് ഒരു 2 ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ നോക്കാം. എനിക്കത് മുമ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാൻ പറ്റും. ഐ കുഡ് യൂസ് ഇറ്റ് ബിഫോർ. എനിക്കത് മുമ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞു. എനിക്കത് മുമ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നങ്ങനെ പറയാം. ഐ കുഡിൻറ്റ് യൂസ് ഇറ്റ് ബിഫോർ. എനിക്കത് മുമ്പ് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഈ ബിഫോർ എന്നുള്ളതാണ് മുമ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള അർത്ഥവും വെച്ചിട്ട് പറയാം. ഐ കുഡിൻറ്റ് യൂസ് ഇറ്റ് ബിഫോർ. എനിക്കത് മുമ്പ് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ അർത്ഥം വരുന്നത് എനിക്ക് പണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള രൂപമാണ് വരുന്നത്.
പിന്നെ പറയുന്നത് എനിക്ക് അത് ഐ കുഡിൻറ്റ് യൂസ് ഇറ്റ് ബിഫോർ, എനിക്കത് മുമ്പ് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് എനിക്ക് പണ്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് എനിക്കത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള രീതിയാണ് ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സാഹചര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കൃത്യമായിട്ട് ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി നോക്കാം. അവൾക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടക്കാൻ കഴിഞ്ഞു എന്നങ്ങനെ പറയാം. കൃത്യമായിട്ടുള്ള പ്രോപ്പർലി നമ്മൾ പറഞ്ഞതാണ്, പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നടക്കാൻ കഴിഞ്ഞു. ഷീ കുഡ് വാക്ക് പ്രോപ്പർലി, അവൾക്ക് കൃത്യമായിട്ട് നടക്കാൻ കഴിഞ്ഞു. അപ്പോൾ അവൾക്ക് കൃത്യമായിട്ട് നടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഷീ കുഡിൻറ്റ് വാക്ക് പ്രോപ്പർലി, അവൾക്ക് കൃത്യമായിട്ട് നടക്കാൻ കഴിഞ്ഞില്ല. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കഴിയുമായിരുന്നു എന്നും അതുപോലെ തന്നെ കഴിയുമായിരുന്നില്ല എന്നുള്ളത് അർത്ഥം വെക്കുമ്പോൾ ഷീ കുഡ് വാക്ക് പ്രോപ്പർലി, അവൾക്ക് കൃത്യമായിട്ട് നടക്കാൻ കഴിയുമായിരുന്നു. എന്നുവെച്ചാൽ ഉള്ളിലത്തെ അർത്ഥം വരുന്നത് അവൾക്ക് പണ്ട് നടക്കാൻ കഴിയുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഷീ കുഡിൻറ്റ് വാക്ക് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ അവൾക്ക് നടക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് അവൾക്ക് പണ്ട് നടക്കാൻ കഴിയുമായിരുന്നില്ല, ഇപ്പോൾ എന്ന് പറയുന്നത് അവൾക്ക് നടക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നർ മീനിങ് വരുന്നത്, അതിൻ്റെ ഉള്ളിലത്തായിട്ടുള്ള ഒരു അർത്ഥം വരുന്നത്. അതിങ്ങനെ രീതിയിൽ നമ്മൾ പലപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്നതാണ്. എനിക്ക് പണ്ട് കളിക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് പണ്ട് നന്നായി കളിക്കാൻ കഴിയുമായിരുന്നു, എനിക്ക് പണ്ട് നന്നായി നടക്കാൻ കഴിയുമായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് ഇതൊക്കെ എന്ന് പറയുന്ന സംസാരത്തിൽ നല്ലതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സാഹചര്യത്തിനനുസരിച്ച് അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു അർത്ഥം മാത്രമല്ല വരുന്നത്, പല അർത്ഥങ്ങളും എന്ന് പറയുന്ന കുഡ് ഉപയോഗിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷേ അതിൽ ആദ്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ എന്ന് പറയുന്ന ഇക്കാര്യങ്ങൾ ജസ്റ്റ് നല്ലതുപോലെ നിങ്ങളൊന്ന് പഠിക്കാം. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു ടാസ്കും കൂടിയും തരാം. അത് നിങ്ങൾ കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എൻ്റെ കമൻറ്റിലേക്കോ അതല്ല എങ്കിൽ എന്ന് പറയുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിലേക്ക് അയച്ചു തരാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന് പറയുന്നത് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ ടാസ്കിലേക്ക് കിടക്കാം. എനിക്ക് അവളെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു, പക്ഷെ അവൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവസ്ഥ എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്നാണ് പറയുക. ആദ്യം എന്ന് പറയുന്നത് എനിക്ക് അവളെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിലൊരു കണക്റ്റിംഗ് വേർഡ്സ് ഉണ്ട്, ബട്ട് എന്നുള്ളത്. ബട്ട് എന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ബട്ട് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ബട്ട് എന്ന് പറഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ബാക്കി എന്ന് പറയുന്ന അടുത്ത സെൻറ്റൻസ് പറഞ്ഞു കൊടുക്കുക. അവൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറയാം. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇതിൽ കുഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ കുഡിൻറ്റും വരുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയച്ചു തരിക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ഇതുപോലത്തെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിലായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരും. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പലയിടത്തിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരുപാട് ഫ്രേസസ് പഠിക്കുന്നുണ്ട്. ഫ്രേസസ് എന്ന് പറയുമ്പോൾ ഓരോ രീതികളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആ രീതികളിലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമുക്ക് എന്ന് പറയുന്നത് സംസാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അല്ലാതെ വീഡിയോസോ അല്ലെങ്കിൽ നോട്ടോ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ട ആവശ്യം പിന്നെ വരില്ല. സംസാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ അറിയിക്കാവുന്നതാണ്. കൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങളെ ക്ലാസ് സംബന്ധമായിട്ടുള്ള എന്ത് സംശയങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്ന് പറയുന്നത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.